ഹലോ വെൽക്കം ടു ഡേ 10 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. ഓ മൈ ഗോഡ് 10 ദിവസമായി. ആൻഡ് ഇന്ന് ഇവിടെ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി ബാംഗ്ലൂരിൽ ഇത്തവണ വിന്റർ തണുപ്പ് കുറവാണ്. ആൻഡ് രാവിലെ കുടിച്ചത് നമ്മുടെ കുമ്പളങ്ങ ജ്യൂസാണ്. ആൻഡ് പ്രീ വർക്കൗട്ട് ആയിട്ട് കുടിച്ചത് ഞാൻ റാഗിയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടിനെ സ്കൂളിൽ വിട്ടിട്ട് നേരെ പോകുന്ന ജിമ്മിലേക്ക്. ഇന്ന് നമുക്ക് കാർഡിയോ ആണ് കേട്ടോ. വാമപ്പ് ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ജമ്പിങ് ജാക്സ്, സ്കിപ്പിംഗ് ആൻഡ് ക്രോസ് ടോട്ടച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈസ് അണ്ടർ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ സ്റ്റാൻഡിംഗ് ടോട്ടച്ച്, സ്ക്വാട്ട് ജമ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ റാലി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു വർക്കൗട്ട് ചെയ്യും, പിന്നെ രണ്ടാമത്തത് ചെയ്യുമ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും കൂടി ചെയ്യും. പിന്നെ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ 1, 2, 3 വർക്കൗട്ട് ഒരുമിച്ച് ചെയ്യും. അങ്ങനെ നമ്മൾ 5-6 വർക്കൗട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് മൗണ്ടൻ ക്ലൈംബേഴ്സും പ്ലാങ്ക് ജാക്സും ആൻഡ് ഓൾസോ സ്കീ ജമ്പും ഉണ്ട് കേട്ടോ. ഇതൊക്കെ 10 reps ആൻഡ് 3 സൂപ്പർ സെറ്റാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാർഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ടയർഡായിപ്പോയി. ബിക്കോസ് ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം തന്നെ 45 minutes വാക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. സൂപ്പർ ടയർഡായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ സ്പൈഡർ കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. ഹെയർ വാഷ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണയിട്ട് നന്നിട്ട് കുളിച്ചു. എന്നിട്ട് ഞാനും കിരണും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബിക്കോസ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ അമ്മ അമ്മയ്ക്കും വേണ്ടിയുള്ള ഉപ്പുമാവ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷ. അപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം പുറത്ത് പോയിരുന്നു. എന്നാലും ഞാൻ കഴിച്ചത് ദോശയും ഇഡ്ഡലിയും ഒക്കെയാണ്. ആൻഡ് വടയും കേസരൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ വി വെൻ ഫോർ ഗ്രോസറി ഷോപ്പിംഗ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചൊന്ന് കിടന്നു. ബിക്കോസ് ഞാൻ സൂപ്പർ ടയേർഡായിരുന്നു. പിന്നെ ഉച്ചത്തേക്ക് അമ്മ ഇച്ചിരി സ്പെഷ്യൽ റൈസും, അതായത് വെജിറ്റബിൾ റൈസും ചിക്കനുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് അതിൻ്റെ കൂടെ ഞാൻ ക്യൂക്കമ്പറും ക്യാരറ്റും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ നമ്മളുടെ ഫാറ്റ് ബേണർ കോഫി കുടിച്ചു. ഓൾസോ ഡിന്നറിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ മധുരക്കിഴങ്ങാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് ഈ മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ജേർണലിങ് ഇത്രയും നേരം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ജേർണലിങ് ചെയ്തത് വൈകുന്നേരം. ബിക്കോസ് അത്രയും ഞാൻ ടയർഡായിരുന്നു. പിന്നെ ഒന്ന് എനർജി ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോയി അമ്പലത്തിലേക്കാണ് പോയത്. തേഴ്സ്ഡേയ്സ് നമ്മളെപ്പോഴും അമ്പലത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ബിക്കോസ് അവിടെ അന്നദാനം ഉണ്ടാവും. സോ ഉണ്ടായിരുന്നത് ഉപ്പുമാവും തേങ്ങാ ചട്നിയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു എഡിറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് മൈ പ്രോഗ്രസ് പിക്ചർ. ആൻഡ് ഓൾസോ I completed 14,000 steps.